മൂന്നാളുടെ പരിപാടി പറയും. കോഴിക്കുഞ്ഞുങ്ങളെ നോക്കിയിരിക്കുക. കോഴിക്കുഞ്ഞു നോക്കിയിരിക്കണേ. അതെ, നിങ്ങൾ മൂന്നാളും കൂടി പ്ലാൻ ചെയ്യുന്നു കേട്ടോ. ഞങ്ങൾ മൂന്നാളും കൂടി പ്ലാൻ ചെയ്യേണ്ട ഇൻക്യുബേറ്റർ മേടിച്ച് വീട്ടിൽ വിരിപ്പിച്ചായിരുന്നു. നിങ്ങൾ മൂന്നാളും കൂടി പ്ലാനിങ് ആണ്. അതെ അതെ, നല്ല സംരംഭമുള്ളത്. ഒരു 2500 മേടിച്ച് വിരിപ്പിച്ചിട്ട് ഇതുപോലെ വീഡിയോ എടുത്ത് വിട്ടാലോ എന്ന് ആലോചിക്കുന്നു. അതെയാ, ഫോണുണ്ടല്ലോ. കച്ചവടം ചെയ്യുന്നതിന് ഫോൺ ഉള്ളതുകൊണ്ട് ഒന്നും കൊണ്ട് പഠിക്കേണ്ട ആവശ്യമില്ല അല്ലേ. ഇതുപോലെ വീഡിയോ എടുക്കുക, ഫേസ്ബുക്കിൽ യൂട്യൂബ് വിട്ടാ താല്പര്യപ്പെടുന്ന വാങ്ങിച്ചോളൂ അല്ലേ. അപ്പൊ നമ്മൾ സംരംഭം തുടങ്ങാം. എത്ര കാശ് കൊണ്ടിരും പറയും? 2500. 2500 ഉണ്ടെങ്കിൽ സംരംഭം തുടങ്ങാം അല്ലേ. 200 മുട്ട വെക്കുന്നത് വെറും 2500 രൂപയുള്ളൂ. 100 മുട്ട വെക്കുന്നത് 1800. 60 മുട്ട വെക്കുന്നത് 1600 അല്ലേ. നമ്മൾ ഈ മുട്ട വെച്ച് ഇതിന് 25 മുട്ട വെച്ചു. നമുക്ക് ഇതിൽ എത്ര കുഞ്ഞുങ്ങളെ കിട്ടി? 24 കുഞ്ഞുങ്ങളെ കിട്ടി. ഒരു മുട്ടയെ പോയിട്ടുള്ളൂ. ഒരു മുട്ട പോയോ അല്ലേ. നമുക്ക് എത്ര ദിവസം കറണ്ട് പോയി പറയും? ഡെയിലി കറണ്ട് പോകണ്ടല്ലോ. രാവിലെ 9 മണിക്ക് പോയാൽ 5 മണിക്ക് 6 മണിക്കൊക്കെ കറണ്ട് വരില്ല. എന്നിട്ട് ഇടയ്ക്ക് നമ്മൾ വിരിഞ്ഞില്ല. നമ്മൾ പ്രതീക്ഷിക്കാത്ത ഒരു വിരിച്ചിലാണ്. അപ്പൊ നമ്മുടെ ഇൻക്യുബേറ്ററിന് ഈ ഇത്രയും റിസൾട്ട് കിട്ടാൻ കാരണം അറിയോ? നമ്മുടെ ബോക്സിന്റെ ഗുണമാണ് മെയിൻ കാരണം തന്നെ. നമുക്ക് ഇത്രയും കറണ്ട് പോയിട്ട് വിരിയാൻ കാരണം അതിന്റെ ചൂട് കൃത്യമായി അത് കിട്ടുന്നുണ്ട് അല്ലേ. ഒരു കുഞ്ഞേ പോയുള്ളൂ. ബാക്കി എത്രയും കുഞ്ഞുങ്ങൾ 25 മുട്ട വെച്ച് 24 കുഞ്ഞുങ്ങളുണ്ട് അല്ലേ. അത് ഹെൽത്തി ആയ കുഞ്ഞാ നോക്കിയേ. അതിന്റെ ചൂടും എല്ലാം കറക്റ്റായി.